കൈനിക്കോട്ടേക്ക് പോയതിൻ്റെ വീഡിയോ ആട്ടോ കൂട്ടുകാരെ ഞാൻ വീണ്ടും ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ മലപ്പുറമാണ്, അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷകരമായ നിമിഷമാണ് കേട്ടോ. എന്ത് ഞങ്ങളുടെ സ്വന്തം അപ്പൻ്റെ വീഡിയോ പോയതാണ് കേട്ടോ. എനിക്ക് കൈനിക്കോട് എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാലോ. കാരണം എന്താണെന്നോ, കുട്ടിക്കാലത്ത് കളിച്ച് വളർന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് കറൂത്ത. അപ്പോൾ എന്ത് കറൂത്ത വെച്ചാൽ നല്ലൊരു ഉണ്ട കറൂത്ത ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് പറിക്കണമെന്നുണ്ടെങ്കിൽ തോട്ടി വേണം. അപ്പോൾ സിന്ധു ചേച്ചി പറഞ്ഞു തോട്ടിയല്ല കോണിയാണ് കേട്ടോ. കോണി മേലെയാണ്, മേലെ നിന്ന് ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കോണിയൊക്കെ ഇറക്കി ഈ കറൂത്ത മരത്തമ്മയ്ക്ക് എനിക്ക് കയറാൻ വയ്ക്കുമോ ചോദിച്ചു. കുറേ കാലം മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കുളിമുറിയുടെ അടുത്ത് ഒരു മാവുണ്ടായിരുന്നു കേട്ടോ. ആ മാവുമ്മയ്ക്ക് എനിക്ക് കയറാൻ വയ്ക്കുമോ വെച്ചിട്ട് ഞാൻ എന്താട്ടിൻ്റെ അമ്മക്കന്ന് കുറച്ച് പുളിയേറെയാണല്ലോ എല്ലാത്ത കുട്ടിക്കാലത്ത്. പറഞ്ഞു ഞാൻ കയറാറുണ്ട്. എന്നിട്ട് ഞാൻ കയറി കേട്ടോ. ഞാൻ കയറിയ സമയത്ത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ, മുന്നാർക്ക് തരുമോ വന്ന് ഇറങ്ങാൻ പറ്റുമോ, എന്നാൽ പിന്നെ പിടിക്കാൻ വരുമോ, എന്നാൽ ഞാനോട് ഇറങ്ങൂല. അങ്ങനെ എന്നെ കൊണ്ട് കുറേ ഗതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ഗതിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുകളാണ് കേട്ടോ. ഇത് ചേച്ചിൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പുണ്യം തന്നെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല റേഷനരി ചോറും മുരിങ്ങ താളിപ്പും, അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന മീൻ പൊരിച്ചതും മീൻ കറി കേട്ടോ. അത് മത്തി കേട്ടോ, വേറെ ലെവലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉണ്ടാക്കി ചോദിച്ചു. ഒരു ഉസ്മാനിയെന്ന് ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ചോദിച്ചു. ബിരിയാണി ഞാൻ വിചാരിച്ചു വരെ മത്തിക്കറി മത്തി പൊരിച്ചതുണ്ടാവും എന്ന് വിചാരിച്ചു പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കറുത്തൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു ഒന്നുകൂടി പറിച്ചൊന്ന് വീട്ടിലേക്കും കൊണ്ടുപോവാ പറഞ്ഞിട്ട് ചിന്തിച്ച് ഞങ്ങൾ പിന്നെ ഒന്നുകൂടി പറിച്ചു. അങ്ങനെ പറിച്ച് ഞങ്ങൾ കറുത്തൊക്കെ പറിച്ച് വന്നിട്ട് കൊണ്ടുപോട്ടെ. ഈ കറുത്തയിൽ ഒന്ന് ഞങ്ങളുടെ സാദി ഇന്ത്യ കിഡ്സ് മീഡിയ പറഞ്ഞൊരു ചാനലിലുള്ള നമ്മൾ സാധിക്കാക്ക കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധിക്കാക്ക ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെ കയറി പറിച്ചതാണ് കേട്ടോ കറുത്ത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ കോമഡി പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഞാൻ നടത്തിയിരുന്ന കോമഡി കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ കോമഡി പറഞ്ഞാൽ എല്ലാ മരത്തമ്മളും ചാടി കയറും. എന്നിട്ട് ഇറങ്ങാനുള്ള ഗതിയാണ്. എന്നിട്ട് ആവേശത്തിൽ കയറാൻ ഞാൻ ഉഷാറാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കറുത്തൊക്കെ കിട്ടി. നല്ല അടിച്ചാൽ പൊളിച്ച് കറുത്ത കേട്ടോ. സിന്ധു ചേച്ചി പറഞ്ഞ് ഞാൻ പറഞ്ഞത് പഴുക്കാണെങ്കിൽ നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. അന്ന് അവൻ തൊട്ട് പറഞ്ഞത് നല്ലോണം പഴുത്തിട്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇത് പഴുത്തിട്ടുണ്ട് ഇങ്ങനെ തിന്നുമ്പോഴാണ് ഒരു കറുമുറ ടൈപ്പ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് കറുമുറ ടൈപ്പായിരിക്കും കറുത്ത ഇഷ്ടം. അവൻ ആ പഴുത്തില്ല മുറിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ ആ മുറിക്കാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ കോണി ഒക്കെ ഇനി എടുത്ത് വെക്കില്ലേ, കോണി ഇനിയിപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ കറുത്ത ഇതാക്കാൻ വേണ്ടി പോകട്ടെ. അതിൻ്റെ ഇടയിൽ ചാരും കയറുണ്ട്. പാറു പറഞ്ഞു ഞാൻ കയറട്ടെ അമ്മ കയറട്ടെ. അപ്പം പറഞ്ഞു അങ്ങോട്ട് കയറി അമ്മേൻ്റെ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്ക്കു വെച്ചു. എനിക്ക് വയ്ക്കില്ല എന്നോട് അവൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങാണ്ടോക്ക് പേടിൻ്റെ. പാറും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ. ചായ കയറിട്ട് ചോദിച്ചാൽ പറയും കേൾക്കാം, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്ക്കില്ലല്ലോ പറഞ്ഞു. അപ്പോൾ വയ്ക്കില്ല ചോദിച്ചു. ഇല്ല പറഞ്ഞു. അപ്പോൾ വേഗം ഇങ്ങോട്ട് തന്നെ ഇറങ്ങാനുണ്ട്. പിന്നെ ചാരുവിനെ എനിക്ക് കയറണം വെച്ചു. പിന്നെ ഓക്ക് കയറുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടും ഞാൻ പറയാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ ജീവിതത്തിൽ പറഞ്ഞാൽ അമ്മയൊക്കെ പണിയെടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ ആരുമില്ല. നേരി വരുമ്പോഴേക്കും തന്നെ 5 മണി 5:30 ആവും കേട്ടോ. ചിലപ്പോൾ 6 മണിയൊക്കെ ആയിരിക്കും വരുമ്പോഴേക്കും. അപ്പോഴേക്കും വീട്ടിൽ ഞങ്ങൾ സ്കൂൾ ടൈം നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഗ്ലാസ് ചായ എടുത്ത് തരാനും അതുപോലെ തന്നെ ഭക്ഷണം എടുത്ത് തരാനും അതൊക്കെ റെഡിയാക്കി വെച്ച് രാവിലെ പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്ത് തരുമ്പോൾ സന്തോഷം. എൻ്റെ അമ്മയൊക്കെ പണിയില്ലാത്ത ദിവസം വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ സ്കൂൾ വിട്ട് ഓടിച്ചെല്ലും. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾക്കൊന്നും പണിയെടുക്കാതെ ജീവിക്കാനുള്ള സ്ഥിതിയില്ല. വാടക പൈസ, ഞങ്ങളുടെ ചിലവും, ഞങ്ങൾക്കുള്ള വസ്ത്രം കാര്യങ്ങളൊക്കെ. ഇപ്പം എൻ്റെ ഫ്രണ്ട് ആസ്പറിനീസ് ഉണ്ട്, വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. അവളൊക്കെ അവസ്ഥ തന്നെയാണ്. എൻ്റെ അമ്മയും കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഇടയ്ക്ക് ഇവരെ ജലദോഷ പനിയോ ഇതിൽ വന്ന അത് അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞാൽ ഇപ്പോഴും പാവം മെഷീൻ കല്ല് ഏറ്റിട്ടാണ് കേട്ടോ പണിയെടുത്തിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ അമ്മേനെ നോക്കാൻ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ എൻ്റെ അമ്മേനെ നോക്കി അങ്ങനെ ഇതാക്കി നിൽക്കുകയായിരുന്നു.
ഞാൻ വിചാരിക്കും കേട്ടോ, യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്, എത്രയോ ഫേമസ് ആയ ആളുകൾ ഉണ്ട്. പാവപ്പെട്ടവർക്ക് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു പാവങ്ങളെയും മൈൻഡ് ചെയ്യാത്ത കുറേ എണ്ണമുണ്ട് കേട്ടോ. റീച്ചിന് വേണ്ടിയിട്ട് പല കോലത്തിലും പല ഭാവത്തിലും കാട്ടുന്ന കുറച്ച് എണ്ണത്തിൻ്റെ വീഡിയോകൾ കണ്ടില്ലേ. ഷിംജിത എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഏതായാലും അറസ്റ്റായല്ലോ, സന്തോഷമുണ്ട്. അങ്ങനെയുള്ള പിന്നെ അതേപോലെ തന്നെ വസ്ത്രങ്ങളുടെ വൃത്തികെട്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളവർ ഇങ്ങനെയൊക്കെ നടക്കുന്ന റീച്ചിന് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന ടീമും ഉണ്ടല്ലോ നമ്മുടെ ഈ ലോകത്ത് എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബേഴ്സ് അത്രയും എല്ലാവരും ഇപ്പം അത്ര നല്ല ആളുകളൊന്നും അല്ല കേട്ടോ. മോശം രീതിയിലുള്ള കാഴ്ചപ്പാട്, മറ്റുള്ളവരെ കണ്ടൻറ് എടുത്തിട്ടും മറ്റുള്ളവരെ തിന്നിട്ടും വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റീച്ച് ആയി കഴിഞ്ഞാൽ സ്വന്തം വ്യൂസിനെയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മറക്കണ കുറേ എണ്ണം കേട്ടോ. അതിൻ്റെ ഒരു കറുത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെത്തിട്ടുന്നു. അച്ഛമ്മനോട് വെച്ചു നിങ്ങൾക്ക് പല്ലുണ്ടോ വെച്ചു. നിങ്ങളെ പല്ലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ പറഞ്ഞിട്ട് ഞാൻ. പിന്നെ അതിന് ശേഷം അമ്മയൊക്കെ പണിയേറി അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടോ. അപ്പോൾ അപ്പോഴത്തിന് വെറുംചോറും മുട്ട ഇതാക്കിയതുകൊണ്ട് കഴിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെയാണ് ബിരിയാണീൻ്റെ ആളുകൾ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലോ നോമ്പിൻ്റെ ആളാണ്. വ്യാഴാഴ്ച ദിവസങ്ങളൊന്നും ഞങ്ങൾ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ടീമാണ് കേട്ടോ. അപ്പോൾ വ്യാഴം അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും ആരും ഇല്ലെങ്കിൽ ഞാനൊന്നും വീട്ടിലില്ലെങ്കിൽ ഇറച്ചി മീൻ വാങ്ങലേ ഇല്ല കേട്ടോ. പിന്നെ മീനെ പിന്നെയും വാങ്ങുള്ളൂ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. ചിക്കനൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള തന്നെ ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ അമ്മയും തന്നെ ചാരു പാറും അന്തപ്പെട്ടിട്ടുണ്ട് അമ്മേനെ പെട്ടെന്ന് കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ എന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചോളിട്ടോ പറഞ്ഞു. അപ്പോൾ അമ്മ ചോറിന് വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ചോറ് നല്ല ഇവിടുന്നല്ല ചോറ് അമ്മ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറ് കേട്ടോ. അപ്പം അങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് ബിരിയാണി അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ വിഭവങ്ങളായ ഐറ്റംസൊക്കെ കൂട്ടി ഞങ്ങളോട് കഴിച്ചിട്ടോ. അമ്മ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല പാത്രത്തിൽ കൈപ്പങ്ങപ്പേരി അച്ചാറും ഒക്കെ ആയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പം അതും അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ചീത്ത പറയണേ എന്താ എൻ്റെ കോലം നാട്ടിനോട്. ഞാൻ പറഞ്ഞു എങ്ങനെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടില്ല പറഞ്ഞിട്ടോ. അപ്പോൾ അതിനോട് ചീത്ത അറിയില്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാ അടിപൊളി ബിരിയാണിയൊക്കെ ആയിട്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ അങ്ങോട്ട് പോയിട്ട് കൂട്ടുകാർ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ സപ്പോർട്ടാക്കുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. മറ്റേ ദിവസം നല്ല വീഡിയോസായിട്ടേ വരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങോട്ട് ബിരിയാണിയൊക്കെ അങ്ങോട്ട് തിന്നട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം എല്ലാവർക്കും എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു. ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനോ.